നിൽക്കുന്നത്. ഞാൻ തെറ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഉറപ്പില്ല, ഞാനൊന്നും ചെയ്യുന്നില്ല. ജാസ്മിനെ ഇപ്പൊ കുറെ ആൾക്കാർ ഭയങ്കര ഇന്നസെന്റ് ആക്കി കാണിക്കാനും ഗബ്രി ഒരു ടോക്സിക് പൂവാൽ എന്ന രീതിയിൽ പോർട്രേറ്റ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഈ റിലേഷന്റെ തുടക്കത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ജാസ്മിൻ തന്നെയാണ് ഈ റിലേഷൻ മുന്നോട്ട് പോകാനായിട്ട് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. ജാസ്മിൻ ആണ് ഈ ടച്ച് മീ തിങ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തതും. രണ്ടുപേരും ചേർന്ന് കൊണ്ടുപോയ ഒരു റിലേഷൻ ഇപ്പോൾ ഒരാളുടെ തലയിൽ മാത്രം ഒരു ഗെയിം പ്ലാൻ ആയി പോവോ? ജാസ്മിൻ പെട്ടുപോയി എന്നും ജാസ്മിനെ ഇമോഷണലി ഗബ്രി കൂടെ നിർത്തിയിരിക്കുകയാണ് എന്നും കുറെ ന്യൂസസ് നമുക്ക് കാണാം. എന്നാൽ ഇതിൽ സത്യം എന്താണ്? ശരിക്കും ഇതിൽ 30% തെറ്റ് ഗബ്രിയുടെ ഭാഗത്താണെങ്കിൽ 70% തെറ്റ് ജാസ്മിന്റെ ഭാഗത്തല്ലേ? കാരണം പുറത്ത് ഒരാളുമായി ഒഫീഷ്യലി എൻഗേജ്ഡ് ആയ, അതും വീട്ടുകാർ പറഞ്ഞുറപ്പിച്ച, അല്ലെങ്കിൽ ജാസ്മിൻ ഇതുവരെ പരിചയമില്ലാത്ത ഒരു പയ്യനല്ല, ഇത്രയും നാളും സ്നേഹിച്ച, ജാസ്മിന്റെ നിർബന്ധത്തിൽ എൻഗേജ്മെന്റ് ചെയ്ത പയ്യനാണ്. അപ്പൊ അങ്ങനെ ഒരാള് പുറത്ത് ഉള്ളപ്പോ ബിഗ് ബോസിനകത്ത് കയറി ഈ രീതിയിലുള്ള ലവ് സ്ട്രാറ്റജി ഒക്കെ കാണിക്കുന്നത് ശരിക്കും എന്തിനാണ്? ഇങ്ങനെ ഒരു നാടകം കാണാൻ വേണ്ടിയിട്ടാണോ ഈ ബിഗ് ബോസ് പ്രേക്ഷകര് ഈ ഷോ വാച്ച് ചെയ്യുന്നത്? ആദ്യം ഫ്രണ്ട്ഷിപ്പ് എന്ന മുഖംമൂടിയിട്ട് കുറെ കോപ്രായങ്ങൾ കാണിച്ചു. വൈൽഡ് കാർഡ് കണ്ടസ്റ്റൻസ് അകത്ത് വന്നതിന് ശേഷം മനസ്സിലായി ഇത് പ്രേമം എന്ന രീതിയിലല്ല പുറത്തു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. അപ്പൊ നൈസായിട്ട് ഇപ്പൊ സ്ട്രാറ്റജി മാറ്റിപ്പിടിച്ച് ഫ്രണ്ട്ഷിപ്പ് മാറ്റി പ്രേമം എന്ന രീതിയിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ജാസ്മിൻ പ്രേക്ഷകരുടെ പൾസ് അറിഞ്ഞാണ് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത്. കുറെ ഇന്നസെന്റ് കാർഡും കരച്ചിലും ഒക്കെ ജാസ്മിൻ ഇറക്കുന്നുണ്ട്. ബിഗ് ബോസിന്റെ കൺഫെഷൻ റൂമിൽ പോയി കഴിഞ്ഞ ദിവസം ഇരുന്ന് കരഞ്ഞതും അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. ജാസ്മിന്റെ പല കാര്യങ്ങളും ഇപ്പൊ നോർമലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. ജാസ്മിൻ അങ്ങനെ കാണിക്കുന്നതിന് എന്താ? ജാസ്മിൻ ഒരു ഗുഡ് പ്ലെയർ അല്ലേ? ബിഗ് ബോസിന്റെ 24/7 കാണുന്ന ഒരു വ്യക്തിക്ക് ജാസ്മിൻ എന്ന വ്യക്തിയെ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ജാസ്മിൻ പകല് ഒരു രീതിയിലും രാത്രിയിൽ വേറൊരു രീതിയിലുമാണ് അതിന്റെ അകത്ത് ഇപ്പോ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ജാസ്മിന് പ്രേക്ഷകരുടെ സിമ്പതി വോട്ടിംഗ് ആണ് വേണ്ടത്. എന്നാൽ ഇത്തവണത്തെ ക്യാപ്റ്റൻസി മത്സരത്തിൽ ഗബ്രി നിന്നപ്പോ ജാസ്മിൻ വോട്ട് ചെയ്തത് അഭിഷേക് ജയദീപിനാണ്. ശരിക്കും ജാസ്മിൻ പ്രേക്ഷകരുടെ ഒരു പൾസ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കളിക്കുന്നത്. കാരണം ജാസ്മിൻ ഒരു യൂട്യൂബർ